പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ 65 ആണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഈ ചിക്കൻ 65 നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്തെന്ന് നോക്കാം. ഇത് നമ്മൾ 65 ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചിക്കന് ചെറിയ പീസായിട്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ എല്ലോട് കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 1 കിലോ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് മസാല ഇടാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, നമുക്കൊരു 2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കാം. അപ്പം ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവറാണ് ഒരു 4 ടീസ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ മൈദ, പിന്നെ ഒരു ചെറിയ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല, ലേശം കുരുമുളക് പൊടി. അത് നമ്മുടെ ഓരോരുത്തരെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ രീതിയിലേ ചേർക്കുന്നുള്ളൂ, ചെറുതായിട്ട്. ഇതൊരു നാരങ്ങ നീരാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. നാരങ്ങ നീരില്ലെങ്കിൽ വിനാഗിരിയോ 2-3 സ്പൂൺ തൈരോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇതുകൂടെ നമുക്ക് ചേർക്കാം. അല്പം കസ്തൂരി മേത്തി. ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്ക് തന്നു ചിക്കനിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇത് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. നല്ലപോലെ അങ്ങോട്ട്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കളറ് വേണ്ടവർക്ക് കുറച്ച് കളർ കൂടെ ഒക്കെ ആഡ് ചെയ്യാം. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ കളറൊന്നും ഇടേണ്ട കാര്യമില്ല. ചിക്കനൊക്കെ നമ്മൾ നല്ലപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇത് കുറഞ്ഞത് ഒരു 1 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം മാത്രമേ ഇത് ഫ്രൈ ചെയ്യാവൂ. ഈ മസാലയൊക്കെ നല്ലപോലെ ഈ ചിക്കനിലൊന്ന് പിടിക്കണം. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ പുരട്ടി വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ സൺഫ്ലവറൊക്കെ ഒഴിച്ച് ഇത് വറക്കാനായിട്ടുള്ള സൺഫ്ലവറൊക്കെ ഒഴിച്ച് നല്ല ചൂടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാം. കുറച്ച് ഇട്ട് ഓരോന്ന് വറക്കി ഇട്ട് വറുത്തെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വരണം. നമുക്കൊരു മീഡിയം തീയിൽ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇളക്കി തിരിച്ച് മറിച്ച് നോക്കിയിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം. അതുകൊണ്ട് നമുക്ക് കോരി മാറ്റാം. ഇത് ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട. ഒക്കെ നമ്മളെ ഇരിക്കുന്നതോടെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഇത് നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇതുകൂടെ അങ്ങ് കോരി മാറ്റിയേക്കാം. നമ്മൾ ലാസ്റ്റ് ട്രിപ്പാണ് ഇട്ടത്. എണ്ണ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില, 3-4 പച്ചമുളക് കറിവേപ്പിലയോട് നമുക്ക് കോരി മാറ്റാം.
അപ്പോൾ നമ്മുടെ 65-ൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് ഐറ്റമാണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.